നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം പീരുമേട് കുട്ടിക്കാനത്തെ വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു ദിവസം പലതവണയായി മണിക്കൂറുകളോളം വൈദ്യുതി ഈ മേഖലയിൽ മുടങ്ങാറുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത് തങ്ങളുടെ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായി മേഖലയിൽ ഉണ്ടാകുന്ന വൈദ്യുതി തകരാറിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കി തരണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന പീരുമേട് കുട്ടിക്കാനം ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് വൈദ്യുതി നിരന്തരമായി മുടങ്ങുന്നത്. ഹൈറേഞ്ചിന്റെ മലമടക്കുകൾ കയറിയെത്തുന്ന വിനോദസഞ്ചാരികളും മറ്റു വാഹന യാത്രികരും കുട്ടിക്കാനത്തെത്തി സമയം ചിലവഴിച്ചാണ് മടങ്ങുന്നത്. ഇത് ഇവിടുത്തെ വ്യാപാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് സമ്മാനിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ നിരന്തരമായി വൈദ്യുതി മുടങ്ങുന്നത് വ്യാപാര മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതുമൂലം തങ്ങളുടെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചതായും വ്യാപാരികൾ പറയുന്നു. കുട്ടിക്കാനത്തെ വ്യാപാരികൾക്കും ഇവിടുത്തെ താമസിക്കുന്ന ജനങ്ങൾക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ കറണ്ട് വിതരണം ഒരു ശാപമായിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പം പുതിയൊരു ട്രാൻസ്ഫോർമർ കുട്ടിക്കാനം ടൗണിൽ വയ്ക്കുകയും ആ ട്രാൻസ്ഫോർമറിൽ നിന്ന് നമുക്ക് കണക്ഷൻ തരികയും ചെയ്തതിൻ്റെ പേരിലുണ്ടായ ഒരു പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കിയത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ട്രാൻസ്ഫോർമറിലേക്ക് വരുന്ന കണക്ഷൻ പെരുവന്താനം നിന്നാണ് വരുന്നത്. അപ്പം പെരുവന്താനം മുതൽ കുട്ടിക്കാനം വരെ നോക്കുമ്പം ഒത്തിരി ഉള്ളുകളിലേക്ക് നമുക്കറിയാം ലൈൻ പോയിട്ടുണ്ട്. അപ്പം അവിടെയെല്ലാം ചെറിയൊരു പ്രശ്നം, ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് കുട്ടിക്കാനത്ത് കണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മൾ ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, ഒരു മിനിമം 25 പ്രാവശ്യമെങ്കിലും കറണ്ട് പോയി വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് കുട്ടിക്കാനത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളരെ നഷ്ടത്തിലാണ് ഇപ്പം വ്യാപാര സ്ഥാപനം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ഒരു ഇത് ബുദ്ധിമുട്ട് പോലെ. നേരത്തെ എവിടെ കറണ്ട് വന്നത്? നേരത്തെ എവിടെ കറണ്ട് വന്നത്? നേരത്തെ ഇപ്പം അത് നേരത്തെ നമുക്കിവിടെ നമ്മൾ 2 ട്രാൻസ്ഫോർമറുണ്ട്. റൈസ് ബോളിൻ്റെ അവിടെ ട്രാൻസ്ഫോർമറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം പീരുമേട് പോകുന്ന വഴിക്കൊരു ട്രാൻസ്ഫോർമറുണ്ട്. അവിടെ നിന്നായിരുന്നു കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഒരു രീതിയിലും നമുക്ക് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത നാളിൽ വൈദ്യുതി വകുപ്പ് കുട്ടിക്കാനം ടൗണിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്നു. തുടർന്ന് ഈ ഭാഗത്തെ കണക്ഷനുകളെല്ലാം ഈ ട്രാൻസ്ഫോമർ കീഴിലേക്കാണ് മാറ്റിയത്. ഇതിനുശേഷമാണ് നിരന്തരമായി വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. പെരുവന്താനത്ത് നിന്ന് കടന്നുവരുന്ന പ്രധാന വൈദ്യുതി ലൈനുമായാണ് ഈ ട്രാൻസ്ഫോമറിനെ ബന്ധിച്ചിരിക്കുന്നത്. പല സമയത്തും ഈ ലൈനിൽ വൈദ്യുതി തകരാറുണ്ടാകുന്നുണ്ട്. ഇതാണ് വൈദ്യുതി മുടങ്ങാൻ പ്രധാന കാരണമെന്ന് ഇവർ പറയുന്നു. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കി നൽകണമെന്ന ആവശ്യമാണ് കുട്ടിക്കാനത്തെ വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശാശ്വതമായി വൈദ്യുത തടസ്സത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്.